സൗദി ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തഹ്‌ഷീർ വെബ്സൈറ്റിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് ഈ നമ്മുടെ തഹ്‌ഷീർ വെബ്സൈറ്റിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒരു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പേജിലാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഈ ലാസ്റ്റ് പേജിൽ ഇതേപോലത്തെ ഒരു ഫോമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് തെറ്റായ രീതിയിലൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഫയലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ഫയലുകളാണ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇതിൽ നമുക്ക് JPG അല്ലെങ്കിൽ PNG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഫയലുകൾ മിനിമം 2 MB കൂടാൻ പാടില്ല. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഫയലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിലൊന്നും നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഐക്കൺ കാണാം, റെഡ് കളറിൽ. ഈ ബോക്സിൽ മാത്രം നമ്മുടെ ഫയലുകൾ അപ്ലോഡ് ചെയ്താൽ മതി. ഫസ്റ്റായിട്ട് നമുക്ക് വേണം കോപ്പി ഓഫ് ഫസ്റ്റ് പേജ് ഓഫ് പാസ്പോർട്ട്. ഇവിടെ നമ്മൾ പാസ്പോർട്ടിൽ ഫസ്റ്റ് പേജ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് നിങ്ങൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഫയലിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഞാനിവിടെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, പാസ്പോർട്ട് സെക്കൻഡ് പേജ്, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ, അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രീ അപ്രൂവ്ഡ് ലെറ്റർ, അതേപോലെ തന്നെ സ്പോൺസർ പാസ്പോർട്ട്, അതേപോലെ തന്നെ ഇവിടെ ടോപ്പിലായിട്ട് ഫോട്ടോസ് ഉണ്ട്. ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ പാസ്പോർട്ടിൽ അന്യോന്യം പേരില്ല എങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ള കോപ്പി ആണെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റായിട്ട് നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ കാണിക്കുന്നത് ലാസ്റ്റ് പേജ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൽ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ ഹാസ് ബീൻ അപ്ലോഡ് എന്ന് കാണാം. മീൻസ് ഇവിടെ കാണാം കോപ്പി ഓഫ് ലാസ്റ്റ് പേജ് ഓഫ് പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ കാണുന്നുണ്ട് റീസെൻറ്റ് ഫോട്ടോ ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ള ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ കാണിക്കുന്നത് കോപ്പി ഓഫ് ഇലക്ട്രോണിക് ഇൻവിറ്റേഷൻ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദ സൗദി മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാം. ഇൻവിറ്റേഷൻ ലെറ്റർ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ അപ്ലോഡ് ചെയ്തു. ലാസ്റ്റ് ആയിട്ടുള്ള പ്രൂഫ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ വിസ തന്ന ആളുമായിട്ടുള്ള റിലേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാസ്പോർട്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാസ്പോർട്ടിൽ പേരില്ലെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ള കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചാൽ മാത്രമാണ് നമുക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിക്കുകയുള്ളൂ. ഇത്രയാണ് ഇതിൽ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കാണുന്നതൊന്നും നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി.